പാച്ചു, ഒത്തിരി നാളായി ഇവിടേക്കൊന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലേ പാച്ചു? ഞാനും അതെ. നമ്മുടെ ചെമ്പനും ദീപും ഒക്കെ പുറകെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടില്ലല്ലോ. അത് പിന്നെ പ്രത്യേകം പറയണോ? അവരില്ലാതെ നമുക്ക് എന്ത് കറക്കം. ജോളി, ദൂരേക്കൊന്നും പോകരുത്. ഒന്നിനെയും കണ്ട് പേടിക്കരുത്. ഓ പിന്നെ, ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നല്ല മാത്യു. എനിക്ക് പേടിയൊന്നുമില്ല. അല്ല, ഞങ്ങള് പറഞ്ഞേ ഉള്ളൂ. ജോളി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഹായ്, എന്ത് ഭംഗി. ഹായ്, എത്ര സുന്ദരമായ സ്ഥലം. നോക്കിക്കേ ഇതിന്റെ മനോഹാരിത. ഹായ് ഹായ്. ആ മാത്യൂസ്, കാടുകളും മരങ്ങളും എത്ര സുന്ദരമാണിതെന്ന് അറിയാമോ? എന്നിട്ട് മനുഷ്യരിതെല്ലാം വെട്ടി നശിപ്പിച്ചു. ആ, അവസാനം കാട് നാടായി. ആ, അത് മാത്യു പറഞ്ഞ ശരിയാ അല്ലേ? നമ്മൾ ഈ കാട് കണ്ട് രസിച്ച് നടക്കണം. എല്ലാ കാഴ്ചയും കാണണം. കുറച്ച് കഴിയുമ്പോ ചെമ്പനെയും ദീപുവിനെയും വിളിക്കണം. അവര് മാഷിന്റെ വണ്ടിയിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, എങ്കിൽ നമുക്ക് അല്പദൂരം ഒന്ന് നടന്നാലോ? അല്ലേ, എന്തു പറയുന്നു? മാത്യു, നീ കണ്ടില്ലേ മരക്കൂട്ടം? ആ, അതായിരുന്നു ഞങ്ങളുടെ വീട്. എന്ത് രസമായിരുന്നു അവിടെ. പാച്ചു, നീ എങ്ങനെയാണ് സർക്കസുകാരുടെ കയ്യിൽ അകപ്പെട്ടത്? ഓ, അതൊക്കെ ഒരു വലിയ കഥയാണ്. അതൊക്കെ ഓർക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു. അതെന്താ പാച്ചു? അതെ, ശരിക്കും വിഷമം തന്നെ. അതെന്താ? കാട്ടിയ ഓട്ടവും ചാട്ടവും പഴങ്ങളും എല്ലാം തിന്ന്. ഓ, എന്ത് രസമായിരുന്നു. ഓ, ഇപ്പോഴെന്താ കുഴപ്പം? പാച്ചു സ്വതന്ത്രനായില്ലേ? കാട്ടിലൊക്കെ നിനക്ക് പോകാമല്ലോ. അത് ശരിയാ, പക്ഷേ അതെന്താ? കാട്ടിൽ കെണിയിൽപ്പെടുത്തി സർക്കസുകാർ എന്നെ പിടിച്ചോണ്ട് പോയി. ക്രൂരമായി തല്ലി. സർക്കസ് വണ്ടിയിൽ ഒരു കൂട്ടിലടച്ചു. ആ ക്രൂരന്മാർ എന്നെ തല്ലി. പോട്ടെ, കരയാതെ പാച്ചു, നീ കരയാതെ. ചില ആളുകൾ ഭയങ്കര ക്രൂരന്മാരാണ് പാച്ചു, ശരിയല്ലേ? മനുഷ്യർക്കുള്ളതുപോലെ ഞങ്ങൾക്കുമില്ലേ സങ്കടങ്ങൾ? അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾക്കുമുണ്ട്. അവര് പിരിയാൻ ഞങ്ങൾക്ക് സങ്കടമാ. സാരമില്ല പാച്ചു, അത് സാരമില്ല. നിനക്കിപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ വിഷമം? ആ, അത് ശരിയാ. ഇപ്പൊ ശരിക്കും സന്തോഷമായി. കാട്ടിൽ കഴിഞ്ഞ് ഞങ്ങളെ ദുഷ്ടന്മാരായ മനുഷ്യർ പിടിച്ച് അടിമകളാക്കി. അയ്യോ, ഒരു കാര്യം മറന്നു. നമ്മൾ നടന്നു നടന്ന് ഒരുപാട് ദൂരമായി. ജോളിയെ കാണുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ. നമുക്കൊന്ന് അന്വേഷിച്ചാലോ? വാ മാത്യു.
കാഴ്ചകൾ. എന്ത് രസമായ ഇവിടം. ഹായ് പൂമ്പാറ്റകൾ, ഹായ് പൂമ്പാറ്റകൾ. ഹായ്, എന്ത് രസമാ. ഹായ്, കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല ഈ കാഴ്ചകൾ. അല്ലേ ബാച്ചു? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കാടിന്റെ ഭംഗി, കാട്ടാറിന്റെ ശുദ്ധ സംഗീതം, ഇതൊക്കെ വളരെ രസമാ. എന്നിട്ടും മനുഷ്യരിതൊക്കെ വെട്ടിക്കളയല്ലേ? അതെ അതെ, കഷ്ടം തന്നെ. ഹായ്, എന്ത് നല്ല പൂമ്പാറ്റകൾ. പൂമ്പാറ്റേ പൂമ്പാറ്റേ ചന്തമേറും പൂമ്പാറ്റേ, പൂമ്പാറ്റേ പൂമ്പാറ്റേ ചന്തമേറും പൂമ്പാറ്റേ. പൂമ്പാറ്റ ചങ്ങാതി, പൂമ്പാറ്റ ചങ്ങാതി, നീ എന്നെ അറിയോ? ഞാനങ്ങ് ദൂരേന്ന് വന്നതാ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അയ്യോ രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് ഓടി വായോ, എന്നെ രക്ഷിക്കണേ. അയ്യോ അമ്മേ, അയ്യോ രക്ഷിക്കണേ. ഹലോ ഹലോ ഹലോ, മാത്യു, മാത്യു, അതെ ഉടനെ വാ, ഞാനിവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ പാറക്കൂട്ടത്തിനടുത്ത്. അതെ പ്ലീസ് വേഗം വരൂ, ഒന്ന് വേഗം വാ പ്ലീസ്. ജോളി, നിനക്ക് എന്തു പറ്റി? നീ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടല്ലോ. ജോളി, നീ വല്ലതും കണ്ട് പേടിച്ചോ? ഞാൻ കണ്ടു, സത്യം. എന്ത്? എന്താ പറഞ്ഞേ? വികൃതമായ മുഖമുള്ളൊരു ജീവി. എന്ത് ജീവിയാ? നീ ഇതിനു മുമ്പ് അതിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുക ഇത്തരമൊരു ജീവിയെ. ഒരു പടത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഓർക്കുമ്പോ പേടിയാവുക. ജോളി, നിനക്ക് തോന്നിയതായിരിക്കും. അത് വല്ല കുറുക്കനോ മറ്റോ ആയിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ് അല്ല, ഇതൊരു തരം പുതിയ ജീവിയാ. ഇതുവരെ ഞാൻ കാണാത്ത ഒരു ജീവി. ഓർക്കുമ്പോ തന്നെ പേടിയാവുക. മാത്യു, നമുക്കൊരു അന്വേഷണം നടത്തിയാലോ? അതെന്താണെന്ന് അറിയണ്ടേ? വേണ്ട വേണ്ട, അത് അപകടമാണ്. ഭയങ്കര ജീവിയാണത്. എന്റെ ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം. ഇത് അത്ര കൊടുങ്കാടൊന്നും അല്ലല്ലോ. ഉൾക്കാട്ടിൽ നിന്നിറങ്ങാൻ മൃഗങ്ങൾക്ക് അത്ര സാധ്യതയുമില്ല. പിന്നെ എന്തായിരിക്കും അത്? എന്തോ ഒരു ഭയങ്കര ജീവിയാണത്. എനിക്ക് പേടിയാവണു. ഞാൻ പോവാ. ജോളി, നീ ഇങ്ങനെ പേടിച്ചാലോ? എന്റെ കയ്യിലെ പേഴ്സ് പോയി. അത് എങ്ങനെയെങ്കിലും കണ്ടെടുക്കണം. ജോളി, നീ പേടിക്കേണ്ട. ഞാൻ മാഷിനെ വിവരമറിയിച്ചിട്ടുണ്ട്. ആ, ചിമ്പനും കൂട്ടുകാരി ഇപ്പൊ എത്തും. അവര് നമ്മളെ പിടിക്കും, ഉറപ്പ്. ജോളി, മാത്യു പറഞ്ഞു നീ മാനസികമായിട്ട് വളരെ അസ്വസ്ഥതയിലാണെന്ന്. അതെ മാഷേ, എന്റെ പണവും പോയി, ഡീറ്റെയിൽസ് ഉള്ള പേഴ്സും പോയി. അതിനുശേഷം എനിക്കൊരു സുഖവുമില്ല. ഓ, നീ ശരിക്കും കണ്ടോ ആ ജീവിയെ? ആ, ഞാൻ ഇവിടെ പലരോടും പറഞ്ഞപ്പോ പലരും കണ്ടിട്ടുണ്ട് ആ ജീവിയെ. അവരെല്ലാം അതിനെ കണ്ട് ഭയന്ന് ഓടിയിട്ടുമുണ്ട്. ജോളി, ശരിക്കും ഭയന്നു അല്ലേ? അതെ മാഷേ, ഇതുവരെ ആ ഷോക്കിൽ നിന്നും ഞാൻ മുക്തി നേടിയിട്ടില്ല. അത്രയും ഭയന്നുപോയി. ഒരു വല്ലാത്ത ജീവി തന്നെ. ആ ജീവിയെ കണ്ടുപിടിക്കാൻ ജോളിയുടെ കൂട്ടുകാർ ഈ കാട് മുഴുവനും അരിച്ചു പൊറുക്കുന്നുണ്ട്. അയ്യോ, അത് അപകടമാണേ. എനിക്ക് എന്റെ ആ പേഴ്സ് മാത്രം കിട്ടിയാ മതി. പേടിക്കണ്ട, ഒരു സംഭവത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ? അയ്യോ, അതെന്തിനാ മാഷേ? ഇതുവരെ കാണാത്ത ഒരു ജീവിയെ പറ്റിയാണ് ജോളി പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ അറിയണ്ടേ? മാഷേ, അത് അപകടമാണ്. അത് നമ്മളെ ആക്രമിച്ചാലോ? ഓ, നമ്മുടെ ചെമ്പങ്കരടി കൂടെയുള്ളപ്പോ നമ്മളെ ആര് ഉപദ്രവിക്കാനാ? ആ ജീവി കാണുമ്പോ തന്നെ പേടിയാവും. നമ്മുടെ ചെമ്പനേക്കാളും വലുതാണ് ആ മൃഗം. ജോളി, നീ കേട്ടിട്ടില്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്? നമ്മുടെ മനസ്സിന്റെ വേദനകൾ എല്ലാം തീർക്കാൻ അവിടുന്ന് ശക്തനാണ്. അവിടുന്ന് അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കില്ല. അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോ ഞാൻ വല്ലാതെ ഭയന്നുപോയി മാഷേ.
അതല്ലേ പറഞ്ഞത് വിഷമിക്കണ്ടെന്ന്. നമുക്ക് ആപത്ത് ഘട്ടത്തിൽ ദൈവത്തോട് അപേക്ഷിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ധൈര്യമുള്ളവളായിരിക്കെ. ശരിയാണ് മാഷേ, ശരിയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ വല്ലാതെ പേടിച്ചു പോകും. ജോളി, കലുഷിതമായ കടലിലൂടെ യാത്ര ചെയ്ത യേശു തന്റെ ശിഷ്യന്മാർ തിരമാല കണ്ട് ഭയന്നപ്പോ തിരമാലയെ ശാസിച്ച് കടലിനെ ശാന്തമാക്കിയത് ഓർമ്മയില്ലേ? അത് ശരി തന്നെ മാഷേ. പക്ഷേ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അരുമനാഥൻ നമ്മുടെ കൂടെയുള്ളപ്പോ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അവിടുത്തെ കരങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവനെ സമർപ്പിക്കാം. ദാ അവിടെ ആ കാണുന്ന മലയിൽ ഒരുപക്ഷെ ആ മൃഗത്തെ കണ്ടേക്കാം. മാത്യു, അവള് പറഞ്ഞതനുസരിച്ച് ആ മൃഗം വളരെ ക്രൂരനാണ്. അതെന്താ പാച്ചു നീ അങ്ങനെ പറയുന്നത്? ആ മൃഗം പലരെയും ആക്രമിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ചോദിച്ചവരെല്ലാവരും പറഞ്ഞത്. ആ അത് ശരിയാ. അവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ആ മൃഗം തട്ടിയെടുക്കും. ഭയങ്കര അലർച്ചയാണെന്നാണ് അവൾ പറഞ്ഞത്. അത് കേൾക്കുമ്പോ തന്നെ പേടിയാവുന്ന അവള് പറഞ്ഞത്. എന്തായാലും നമ്മുടെ സുന്ദരി പക്ഷി പോയിട്ടുണ്ടല്ലോ, അവൾ വരട്ടെ, നമുക്ക് കാര്യമറിയാം. അത് ശരിയാ. സുന്ദരി പക്ഷി പോയി എല്ലായിടത്തും ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തി മടങ്ങി വരും. ചിമ്പ, നമ്മൾ അന്വേഷിച്ചിട്ട് ജോളി പറഞ്ഞ ആ മൃഗത്തെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ. എനിക്കൊരു ഓർമ്മയും വരുന്നില്ല. ജോളി പറഞ്ഞ രീതിയിലുള്ള ഒരു മൃഗത്തെയും ഞാൻ അവിടെ എങ്ങും കണ്ടില്ലെന്നേ. ജോളി ആരോ പറ്റിച്ചതായിരിക്കും. ജോളിയെ ആർക്കും അങ്ങനെ പറ്റിക്കാൻ കഴിയില്ല. അവൾ മിടുക്കിയ. നമ്മുടെ ഈ കാട് മുഴുവൻ അരിച്ചു പൊറുക്കി ആ മൃഗത്തിന്റെ ഒരു ലക്ഷണം പോലും കാണാൻ പറ്റിയില്ല. അത് ശരിയാ. ഒരുപക്ഷെ ആ മൃഗത്തിന്റെ കാൽപ്പാട് പോലും. അതെ, മൃഗത്തിന്റെ കാൽപ്പാട് പോലും കണ്ടേയില്ല. നമ്മുടെ സുന്ദരി പക്ഷിയും കിട്ടുവലിയും നിരീക്ഷണം നടത്താൻ പോയിട്ടുണ്ട്. കണ്ടുപിടിക്കും ആ മൃഗത്തെ. അവൻ എന്റെ കൈ കിട്ടിയ ഞാൻ അത് പിന്നെ പറയണോ? നമ്മുടെ ചങ്ങാതി കൂട്ടത്തിലുള്ള ഒരാളെ ഉപദ്രവിച്ചാൽ പിന്നെ വെറുതെ വിടുമോ? ഏത് വമ്പൻ മൃഗമായാലും. ഇതുവരെ ജോളി പറഞ്ഞ മൃഗത്തെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇതാരാ? ആ തൊപ്പിക്കാരനല്ലേ? ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ഇന്നീ വഴി ആരെയും കണ്ടില്ലല്ലോ. ആരെങ്കിലും ഒക്കെ വരും. ചതിയൻ? ഓഹോ, അപ്പൊ ഇതെല്ലാം ഇയാളുടെ പണിയായിരുന്നല്ലേ? അപ്പൊ ജോളിയെ പേടിപ്പിച്ചതും പണം തട്ടിയെടുത്തതും ഈ തൊപ്പിക്കാരൻ തന്നെ അല്ലേ? ചതിയൻ. കൂട്ടുകാരെ വേഗം വിവരമറിയിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ ആ തൊപ്പിക്കാരനാണെന്ന്? സുന്ദരി പക്ഷി എല്ലാം വിശദമായി മനസ്സിലാക്കിയത് ഭാഗ്യം. ഇനി എന്ത് ചെയ്യണമെന്ന് മാത്യു പറ. തൊപ്പിക്കാരൻ ജോളിയെ പറ്റിച്ചതുപോലെ നമ്മൾ അയാളെയും പറ്റിക്കണം. എങ്ങനെ? അതിനല്ലേ മുഖം മൂടി പ്രയോഗം. നമ്മൾ മുഖമൂടിയായി വരും. പിന്നെ ഞാൻ പറയുന്നത് പോലെ.